നമസ്കാരം. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇന്ന് ജനുവരി 26, റിപ്പബ്ലിക് ദിനം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം. ഇന്ത്യയിലെ ദേശീയ അവധി ദിവസങ്ങൾ ഒന്നാണ് ജനുവരി 26. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത ഗണതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി 26 ആഘോഷിക്കുന്നതിനെയാണ് റിപ്പബ്ലിക് ദിനം എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഗണതന്ത്ര ദിനം എന്നും ഇതിനെ അറിയപ്പെടുന്നു. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. ഒരു പ്രത്യേക ഭരണഘടനയുടെ കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ചെയർമാനായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കി. ബ്രിട്ടീഷുകാരുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ച് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവരുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി ഈ സമയം ഇതിൻ്റെ സല്യൂട്ട് സ്വീകരിക്കുന്നു. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനത്തെ ഗവർണർമാർ പതാക ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാ റിപ്പബ്ലിക് ദിവസത്തിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ പ്രധാന വ്യക്തികൾ ഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ അതിഥികളാകാറുണ്ട്. 1950 ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിരുന്ന സുകാർണോ ആയിരുന്നു അതിഥി. 2024 അതായത് ഈ വർഷം നമ്മുടെ അതിഥി ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. 2022 കോവിഡ്-19 പാൻഡമിക് മൂലം അതിഥികൾ ഉണ്ടായിരുന്നില്ല. ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേയുടെ തീമെന്ന് പറയുന്നത് വികസിത് ഭാരത്, ഭാരത് ലോക് തന്ത്ര കി മാതൃക, അതായത് ഡെവലപ്ഡ് ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്നാണ്. ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടേത്. അതായത് നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം. ഇതിൽ 448 ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളും 12 ഷെഡ്യൂളുമാണ് ഉള്ളത്. ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തട്ടെ.